ഡാലസ് പ്രയർ ലൈനിൽ കൂടി ഇന്ന് പകൽക്കാലം എൻ്റെ സാക്ഷ്യവുമായി ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ഒരവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകാൽ ഈ പ്രയർ ലൈനിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യു, പ്രയർ ലൈൻ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന സിസ്റ്റർ സന്ധ്യ, ഈ പ്രയറിൽ കൂടി സാക്ഷ്യവും ദൈവവചനവും കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം ഈ പ്രയർ ലൈനിൽ കൂടി ഈ തത്സമയവും അത് കഴിഞ്ഞും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നിശ്ചയമായും അനുഗ്രഹമായി തന്നെ ഈ ടെസ്റ്റിമണി തീരും. അതിനായി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുന്നു. പ്രാരംഭത്തിൽ ഞാൻ ഒരു വാക്ക് വായിച്ചിട്ട് ടെസ്റ്റിമണിയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിലെ 28 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേൻ. കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, കർത്താവെ കാലാകാലങ്ങളിൽ ഞങ്ങളോട് ഇടപെട്ട ദൈവസ്നേഹത്തിനായി കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രദർശിപ്പിച്ച ആ മഹാസ്നേഹം ഗ്രഹിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളല്ലോ. ഇന്ന് പോൽക്കാലം കർത്താവെ ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ, ഒരു സന്ധ്യായാമം കൂടെ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ ഉള്ളങ്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ചിന്തയും കർത്താവെ അങ്ങയ്ക്ക് പ്രസാദകരമായി തീരുവാൻ ദൈവം സഹായിക്കും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആമേൻ ഒരു മഹത്വം ഞങ്ങൾ ആരും എടുക്കുവാൻ ദൈവം ഇടയാക്കരുത്. എല്ലാ മഹത്വത്തിനും യോഗ്യൻ അവിടുന്ന് മാത്രം. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ട ഭാഷകൾ, ഗോത്രങ്ങൾ, വംശങ്ങൾ നീ വിലയ്ക്ക് വാങ്ങി. അങ്ങയുടെ രക്തത്തിന്റെ വിലകളാകുന്ന ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ ഈ പ്രയർ ലൈനിൽ കൂടി എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ അനുഗ്രഹമാക്കി ദൈവം തീർക്കണം, സൗഖ്യമാക്കി ദൈവം മാറ്റണമേ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ അടിയന്റെ മേൽ പാർക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രയർ ലൈനിൽ കൂടി ഇന്ന് പകൽക്കാലം എൻ്റെ ടെസ്റ്റിമണിയും അല്പസമയം ദൈവത്തിന്റെ വചനവും ഒക്കെ സംസാരിക്കുവാനായി കർത്താവ് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം ഒരുക്കി തന്ന ഈ പ്രയർ ലൈൻ ഇൻചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ ജോസഫ് മാത്യു, അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേറ്റർ സിസ്റ്റർ സന്ധ്യ, മറ്റുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എനിക്ക് തൊണ്ടയ്ക്ക് ഒരു അല്പമായ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. 2-3 ദിവസം അല്പമായ കോൾഡും പനിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറെ ബെറ്റർ ആണ്. എങ്കിലും ഇടയ്ക്ക് ഒന്ന് ചുമയ്ക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ
ഏറെക്കുറെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ എനിക്കൊരു 3 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരും. ഞാൻ പ്രിയ സന്ധ്യ സിസ്റ്റർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇത് നിങ്ങളുടെ സമയം 1 മണിക്കൂറാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ തന്നെ എവിടെ അവസാനിക്കുന്നു അവിടെ അവസാനിപ്പിക്കും. അതിനുശേഷം ദൈവം സഹായിച്ചാൽ തുടർന്നുള്ള ദിനങ്ങളിൽ സമയവും സൗകര്യവും അനുസരിച്ച് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് ലാലു എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം പാസ്റ്റർ മലയിൽ ജോർജ് എബ്രഹാം, അല്ലെങ്കിൽ ജോർജ് എബ്രഹാം മലയിൽ എന്ന് പറയും. എങ്കിലും പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത് ലാലു പാസ്റ്റർ എന്ന പേരിലാണ്. എനിക്ക് 3 ആൺമക്കളുണ്ട്. എൻ്റെ ഭാര്യ വത്സമ്മ തടിയൂർ സ്വദേശിയാണ്, വെണ്ണിക്കുളം തടിയൂർ കുറിയന്നൂർ സ്വദേശിയാണ്. ഞങ്ങള് ദീർഘവർഷങ്ങൾ ഖത്തറിലായിരുന്നു. 46 വർഷം, ഏതാണ്ട് 46 years ഖത്തറിലായിരുന്നു. അവിടെ 1976 ഉദ്യോഗാർത്ഥം കടന്നുപോയി. അവിടുത്തെ ഒരു നല്ല കമ്പനിയിൽ, ജോർജ് വിംബി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കമ്പനിയിലെ സ്റ്റോർ കീപ്പറായി എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഖറാമ, അല്ലെങ്കിൽ ഖത്തർ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ കീപ്പറായി ജോലിക്ക് കയറി. അങ്ങനെ 2000 വരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1987 മെയ് മാസം 17-ാം തീയതിയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സമൂലമായ മാറ്റം ദൈവം വരുത്തുവാനിടയായ സംഭവം ഉണ്ടായത്. ഞാന് തികച്ചും നമ്മളൊക്കെ ആയിരുന്നത് പോലെ സാധാരണ ലോകമനുഷ്യനായി ജീവിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രയാസം നേരിട്ടിട്ട് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതല്ല. നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ജീവിത സാഹചര്യങ്ങൾ, 2 മക്കൾ, ആ സമയത്ത് കൊച്ചു പ്രായത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാനായി ഇടയായത്. ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടാണ്. അത് ഏത് സാഹചര്യത്തിൽ കൂടി വിളിച്ചാലും ആ വിളി കേട്ട് ദൈവത്തെ സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാഭാഗ്യമാണ്. 1987 എൻ്റെ വൈഫിൻ്റെ അയൽക്കാരായ 2 സഹോദരങ്ങൾ ഖത്തറിൽ കടന്നു വരുവാനിടയായി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എന്നാൽ ആവുന്ന സഹായങ്ങൾ അർഹിക്കുന്നവർക്ക് ചെയ്യുന്നതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വൈഫിൻ്റെ നാട്ടുകാരനാണല്ലോ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭവനത്തിൽ വിളിക്കുവാനായിടയായി. അവർക്ക് ഒരു ഫുഡൊക്കെ ക്രമീകരിച്ച് കൊടുത്തു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. വീണ്ടും ഒരു ദിവസം കൂടെ ഞാൻ അവരുടെ റൂമിൽ കടന്നുപോയി. ഞാൻ കടന്നു പോകുന്ന ആ സമയങ്ങളിലൊക്കെ ഞാൻ അവരെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അവരുടെ മുഖത്ത് സാധാരണ മനുഷ്യർക്കില്ലാത്ത എന്തോ ഒരു വലിയ സന്തോഷം. എപ്പോൾ കണ്ടാലും ഒരു ചിരിയും സന്തോഷവും ഒക്കെ. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ടൊക്കെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചു. എന്നാൽ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നാം ഓരോരുത്തരും നമ്മുടെ നടപ്പും നമ്മുടെ പോക്കും നമ്മുടെ ആരാധനയും നമ്മുടെ ചർച്ചിൽ വന്ന് ഉള്ള നമ്മുടെ സ്വഭാവവും ഒക്കെ ശ്രദ്ധിച്ചാൽ ആ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ സന്തോഷം ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ മുഖത്ത് കാണാറില്ല, വളരെ വിരളമായി കാണാറ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ
ഈ സഹോദരന്മാര് മാത്രം എന്താ ഇങ്ങനെ സന്തോഷത്തോടിരിക്കുന്നത് എന്ന് അറിയുവാനായി എനിക്ക് ആഗ്രഹം തോന്നി. അവരെന്നോട് സുവിശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് അവരുടെ മുഖത്ത് കണ്ട ആ സന്തോഷം കണ്ടിട്ട് ഞാൻ അതിൽ ഒരാളോട് ചോദിച്ചു, ബ്രദർ, എന്താണ് നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ? അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഞാന് പ്രിയ സഹോദരനോട് ചോദിച്ചു, എന്താ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്? ഞങ്ങളാരും രക്ഷിക്കപ്പെട്ടവരല്ലേ? അത് പറയുമ്പോൾ നമുക്കൊക്കെ പാരമ്പര്യമായി ചില കുടുംബ മഹിമകളും ചില പൗരോഹിത്യ കുടുംബങ്ങളിലാണെങ്കിൽ അതിൻ്റെതായ വാല്യൂസും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയും നമ്മൾ എപ്പോഴും ഒരു അഹങ്കാരത്തോടു കൂടി പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇന്ന കുടുംബത്തിലെയാ, നിങ്ങൾക്കറിയാമോ, എൻ്റെ കുടുംബത്തിൽ ഇത്ര അച്ഛന്മാരുണ്ട്, ഇത്ര ബിഷപ്പന്മാരുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ പിന്നീട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പൗലോസ് പറയുന്നു, നിങ്ങളുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച കർത്താവാണ്, യേശുവിൻ്റെ രക്തം കൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണല്ലോ, അദ്ദേഹത്തോട് കൂടുതൽ കയർത്ത് സംസാരിക്കേണ്ട എന്ന് കരുതി അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാ, പാരമ്പര്യമായിട്ട് ഞങ്ങളൊക്കെ ഈ അനുഭവത്തിലുള്ളതാണ് എന്ന് പറയുവാൻ ഇടയായി. അത് പറയുമ്പോൾ ഞാൻ പുന്നക്കാട് മലയിൽ കുടുംബത്തിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. എൻ്റെ മാതാവ് ഇരയൂർ ശങ്കരമംഗലം കുടുംബത്തിലെയാണ്. അപ്പം ഞങ്ങളൊക്കെ ആ കുടുംബപരമായ ശ്രേഷ്ഠതയിൽ വളരെ അഭിമാനിക്കുന്നവരായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും എത്ര അച്ഛന്മാരും ബിഷപ്പുമാരും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് രക്ഷ എന്ന് പറയുന്നത് അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ദൈവമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെട്ടേ മതിയാവും. അദ്ദേഹം റോമാലേഖനം ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഒരുത്തനുമില്ല, നല്ലവൻ ഒരുത്തനുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുത്ത് ഒരു സമർപ്പണം ചെയ്യാത്തിടത്തോളം കാലം നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയില്ല. അതിനുശേഷം അദ്ദേഹം കടന്നുപോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, റമദാൻ മാസത്തില് എല്ലാ വർഷവും ഒരു ക്യാമ്പ് നടത്തുക പതിവാണ്. ആ ക്യാമ്പിൽ ഒരുപാട് പേര് കടന്നു വരും. അത് പെന്തിക്കോസുകാരുടെ മീറ്റിംഗ് അല്ല, മാർത്തോമ CSI ഓർത്തഡോക്സ് ഇന്റർ ഡെനോമിനേഷൻ ഫെലോഷിപ്പാണ്. അച്ഛൻ കടന്നു വരണം. ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുവാൻ വേണ്ടി ശരി, വരാമെന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം ഒരു ടാക്സി പിടിച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട്, അച്ഛാ റെഡിയാണോ? ബെല്ലടിച്ചിട്ട് ചോദിച്ചു, റെഡിയാണ്, നമുക്ക് പോകണ്ടേ? ഞാൻ പറഞ്ഞത്, വേറെ ഇന്ന് പോകാൻ പറ്റത്തില്ല, ഞങ്ങള് വേറെ ചില പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ്സ് 1-2 പേരുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, അച്ഛൻ വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങള് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ വൈഫ് എന്നെ മാറ്റി നിർത്തിയിട്ട് വികാരി പറഞ്ഞു, അദ്ദേഹത്തോട് ചെല്ലാമെന്ന് പറഞ്ഞല്ലേ, മോശമല്ലേ, പറഞ്ഞിട്ട് വാക്ക് മാറുന്ന പോകാം എന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു, ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകുവാനിടയായി. അവിടെ ആ സമയങ്ങളിൽ 1986, 87, 85 എന്നൊക്കെ പറയുന്ന നല്ല സുവിശേഷത്തിന് അത്രയധികം സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടം.
നമ്മുടെ ബൈബിൾ പോലെ നമ്മൾ ഓപ്പണായിട്ട് പുറത്ത് കൊണ്ടുപോയി നടക്കൂ ഒന്നും ചെയ്യാത്ത ഒരു പ്രത്യേക സാഹചര്യം. അപ്പോ എൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എങ്ങനെ പോയാൽ നമ്മള് ബീച്ചിൽ പോവാന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചല്ലേ, കബാബ് ഉണ്ടാക്കാന് ചിക്കനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേറൊരു ദിവസത്തേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞത് ശരിയാകത്തില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ആ പ്രാർത്ഥന ഹാളിന്റെ അടുത്ത് ചെന്ന സമയത്ത് ഭയങ്കര ഉച്ചത്തിലുള്ള അവ 2-3 ഡോറുണ്ട്. ആദ്യത്തെ ഡോറ് കഴിഞ്ഞ് അകത്ത് കയറി, രണ്ടാമത്തെ ഡോറ് കഴിഞ്ഞു, മൂന്നാമത്തെ ഡോറിന്റെ അവിടെ തുറക്കുന്നതിന് മുമ്പ് ഭയങ്കര അതിഭയങ്കരമായ കയ്യടിയും ഒച്ചയും ശബ്ദവും അന്യഭാഷയും ഒക്കെ കേട്ടു. ഇത് കേട്ട മാത്രയിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് ഒരിക്കലും ഒരു മാർത്തോമ CSI ഓർത്തഡോക്സ് ആരാധനയല്ല, ഇത് നിശ്ചയമായും പെന്തിക്കോസുകാരുടെ ആരാധനയാണ് എന്ന് മനസ്സിൽ കരുതി. ഞാൻ എൻ്റെ കൂടെ വന്ന ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങളങ്ങ് പോവാണ്. പുള്ളി പറഞ്ഞു, അയ്യോ വന്നതല്ലേ അച്ഛ, അല്പസമയം ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിൽ അകത്ത് കയറി. എൻ്റെ വൈഫ് സഹോദരിമാരിരിക്കുന്ന കൂട്ടത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ഒരു പാട്ട് പാടി ആരാധന അങ്ങോട്ട് ആരംഭിച്ചപ്പോഴത്തേക്ക് ഈ പടക്കം പൊട്ടുന്ന പോലെ ഭയങ്കര ശബ്ദത്തിൽ കയ്യടിയും ഒച്ചത്തിൽ അന്യഭാഷയും ഒക്കെ അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇതൊരിക്കലും ഒരു 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 മാർത്തോമ CSI ഓർത്തഡോക്സ് ഇന്റർ ഡെനോമിനേഷൻ ഫെലോഷിപ്പ് അല്ല, ഇത് പെന്തക്കോസുകാരുടെ കൂട്ടം തന്നെ. പക്ഷേ ആ കൂട്ടത്തിൽ പെന്തക്കോസുകാർ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവിടെ ആദ്യത്തെ പാട്ട് പാടി ഒച്ചത്തില് കൈയടിച്ചു, അന്യഭാഷയിൽ ആളുകൾ ആർത്ത് വിളിച്ച് സന്തോഷിക്കുന്ന കണ്ടപ്പോ വിചാരിച്ച് ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണം, എങ്ങനെ അത് സാധ്യമാകും എന്നിങ്ങനെ കരുതി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, വൈഫിനോട് എങ്ങനെ ഒന്ന് വിവരം പറയും. വൈഫ് അകത്തിരിക്കുക, സഹോദരിമാരുടെ അടുത്താണ്, പോകാൻ ഒരു നിവൃത്തിയില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് നോക്കുന്നോന്ന് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ പുള്ളിക്കാരുടെ ശ്രദ്ധ പ്രാർത്ഥനയിൽ മാത്രമാണ്. കാരണം എൻ്റെ വൈഫ് 13ാമത്തെ വയസ്സിൽ മാർത്തോമാ സഭയിൽ വെച്ച് തന്നെ രക്ഷിക്കപ്പെട്ടതും സേവികാ സംഘത്തിലും സൺഡേ സ്കൂളിലും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ആ ഒരു ആത്മീയ പശ്ചാത്തലമുണ്ട്. ഞാൻ പള്ളിയിൽ പോകും, അതിനപ്പുറത്ത് വലിയ ആത്മീയമൊന്നും എനിക്കില്ലായിരുന്നു. പെന്തക്കോസുകാരെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനയിൽ ഇങ്ങനെ അല്പം നിരതയായി ഇരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതിയായിരുന്നു, വല്ല വിധേയനും വിളിച്ചോണ്ട് പോവാം. അത് കഴിഞ്ഞ് പാട്ടുകൾ നിർത്തി സാക്ഷ്യം ആരംഭിച്ചു. അപ്പോൾ അന്ന് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ മീറ്റിംഗിന്റെ ലീഡർ ഇപ്രകാരം അനൗൺസ് ചെയ്തു, എല്ലാ റമദാൻ ക്യാമ്പുകളിലും ചിലരെങ്കിലും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക സാധാരണമാണ്. ഇന്ന് പകൽക്കാലവും ചിലരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമെന്നത്. ഇത് കേട്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആര് രക്ഷിക്കപ്പെട്ടാലും ശരി, ഞാൻ അതിന് നിൽക്കത്തില്ല, ഞാൻ എഴുന്നേക്കത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ പാരമ്പര്യ പ്രകാരം ജീവിക്കുന്നവരാ, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ എഴുന്നേൽക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായി അങ്ങനെ ഇരിക്കുക. ഏതാണ്ടൊരു 3 പേര് മാത്രമായി മാറി എനിക്ക് മുമ്പായി ആ റോയില്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കത്തില്ല, എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ല. അടുത്ത ഒരാള് മാത്രം അവശേഷിക്കുന്ന സമയത്ത് ഞാൻ ഭിത്തിയിൽ ഒരു കയ്യെഴുത്ത് വായിക്കുക. എന്നോട് ആരോ സംസാരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഭിത്തിയിൽ എഴുതിയിരിക്കുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും. ആദ്യം ഞാൻ വിചാരിച്ച എന്റെ തോന്നല. ഞാൻ വീണ്ടും ഒരു സെക്കൻഡ് കൂടെ അവിടെ നിൽക്കുമ്പോൾ, എഴുന്നേൽക്കുക, ഇത് തന്നെ രക്ഷാദിവസം, ഇത് തന്നെ സുപ്രസാദ കാലം, നിനക്കൊരു പക്ഷേ അടുത്ത ഒരു മിനിറ്റ് കിട്ടുമെന്നുള്ളതിന് നിശ്ചയമില്ല. അതുകൊണ്ട്
ഈ സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് എന്നോട് ശക്തമായി ആരോ പറയും. ഈ ശബ്ദം കേട്ട് ഞാന് ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്ന് വിറയ്ക്കുന്ന കാലുകളോട് വിതുമ്പുന്ന അധരത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ യേശു കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഇത് കേട്ട മാത്രമേ എല്ലാവരും ഉച്ചത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറയുവാനിടയായി. അതിനുശേഷം ഞങ്ങള് വീട്ടിൽ മടങ്ങിയെത്തി. വൈകിട്ട് ഏകദേശം ഒരു രാത്രി 10 മണിയോട് അടുത്ത സമയമായി. ഞങ്ങൾ അല്പം ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ 3-4 പേരുണ്ട്. അവധി ദിവസം ആയതുകൊണ്ട് നമ്മുടെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ 2-3-4 പേരുണ്ട്. ഞങ്ങള് അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാനായിട്ടേ പ്രാർത്ഥന ആരംഭിച്ചു. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു രാവിലെ 5:30 മണിയായപ്പോഴാണ് നേരം വെളുത്ത് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എഴുന്നേറ്റു. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ ഞങ്ങൾ എണീറ്റ് ദിനകൃത്യങ്ങളൊക്കെ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ 3-4 അയൽക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ എന്തായിരുന്നു അച്ഛാ, ഭയങ്കര ശബ്ദവും ഒച്ചയും പാട്ടും ഒക്കെ ആയിരുന്നല്ലോ ഇന്നലെ രാത്രിയിൽ. അത് എന്താ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ഞങ്ങള് രക്ഷിക്കപ്പെട്ടു. അപ്പം ഞാന് ഒരു സമുദായത്തിൽ നിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ സന്തോഷത്തെക്കുറിച്ചുമൊക്കെ ഒറ്റ ദിവസത്തെ അനുഭവമേ ഉള്ളൂ എങ്കിലും പറഞ്ഞു. എന്നോട് അതിനകത്ത് 2-3 പേര് ചോദിച്ചു, അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഞങ്ങളും അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു വിരോധവുമില്ല. കേവലം ഒരു 4-5 മാസം കൊണ്ട് ഒരു 70-80 പേരോളം കടന്നു വരുവാനായി ഇടയായി. ഞങ്ങൾ അന്ന് താമസിക്കുന്ന ഒരു വില്ലയായിരുന്നു. ആ വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറില് ആരാധനാ ഹാള് ഏതാണ്ട് നിറയത്തക്ക വിധത്തിൽ, പുറത്തൂടെ ആളുകൾ ഇരിക്കത്തക്ക വിധത്തിൽ ഒരു 3-4 മാസം കൊണ്ട് ദൈവം ആളുകളെ കൂട്ടിവരുത്തി. അതിനുശേഷം ഞാന് ശശികുമാർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അന്ന് ദോഹയിൽ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടെന്ന് കേൾക്കുവാനായി ഇടയായി. അവ ഞാന് അന്നും ഇന്നും 2000-ൽ പരം വർഷത്തെ പാരമ്പര്യം പറയുന്ന നമ്മൾ ക്രിസ്ത്യാനികൾക്കില്ലാത്ത ഒരു ഊർജവും താല്പര്യവും അഭിഷേകവും ഒക്കെ പലപ്പോഴും പല ഹൈന്ദവ ദൈവദാസന്മാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. അതിനെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞു. മീറ്റിങ്ങിന് ഞാൻ ലീഡ് ചെയ്തു. അദ്ദേഹം പ്രസംഗ മധ്യത്തിൽ സ്നാനത്തെക്കുറിച്ച് പരാമർശിക്കുവാനായി ഇടയായി. സ്നാനത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നാനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, സ്നാനപ്പെട്ടത് നമ്മള് ചെറുപ്പത്തില് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത പ്രായത്തിലല്ലേ, അങ്ങനെയല്ല സ്നാനം എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നറിയുവാൻ അന്ന് മുതൽ വളരെ ഡീപ്പായി ദൈവവചനം പഠിക്കുവാനായി ഇടയായി. ദൈവവചനത്തോടൊരു ഭയങ്കര അതീവ താല്പര്യമുണ്ട്. രാത്രിയും പകലും ഓഫീസിലിരിക്കുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ബൈബിൾ വായിക്കാനും പഠിക്കാനും. അവിടെ തന്നെ ബൈബിൾ ക്ലാസ്, ഒരു 3.5 വർഷത്തെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് പോയി അറ്റൻഡ് ചെയ്തു. ബൈബിൾ പഠിക്കുവാൻ വലിയൊരു ആവേശം. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് 1989 ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദരണീയരായ PG വർഗീസ് അങ്കിൾ
ദോഹയിൽ എത്തുവാനായിട്ട് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ മീറ്റിംഗ് പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചുള്ള വിഷയമായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളായിരുന്നു. എന്നാൽ അഭിഷേകം പ്രാപിച്ച് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരം പ്രസ്താവിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ അല്പസമയം ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ബൈബിൾ എടുത്തൊന്ന് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ പല ചിന്തകളും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ അന്യഭാഷ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ, അതോ ഇതൊരു കെട്ടുകഥയാണോ, ഇത് മനുഷ്യൻ ഉണ്ടാക്കി പറയുന്നതാണോ? ഇതേപോലെ ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് പറഞ്ഞുകൂടെ? അങ്ങനെ പല തെറ്റിദ്ധാരണകളും ചിന്തകളും എന്നെ കുഴയ്ക്കുവാനായി ഇടയായി. ഞാൻ രണ്ടും കൽപ്പിച്ച് PG വർഗീസ് അങ്കിളിനെ ടെലഫോണിൽ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഈ അഭിഷേകത്തെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. എനിക്കതൊന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹം. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊരു നല്ല ആഗ്രഹം. ഞാൻ അദ്ദേഹത്തോട് ടെലഫോണിൽ തന്നെ പറഞ്ഞു, എനിക്കിത് കിട്ടുകയൊന്നുമില്ല, കാരണം ഇത് കിട്ടാൻ തക്ക യോഗ്യത എനിക്കില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് യോഗ്യത ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ അതിന് യോഗ്യനല്ലെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം തിരിച്ചറിയേണ്ട ഒരു വിഷയം, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത വെടിഞ്ഞിട്ട് നമ്മൾ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ നിർത്തുന്നത്, നമ്മെ നടത്തുന്നത്, നമ്മെ ശുശ്രൂഷയ്ക്ക് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മിൽ കൂടി വൻ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഞാനാണെല്ലാം, എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കും, ഞാൻ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും, ഞാൻ പ്രാർത്ഥിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്നൊരു ചിന്ത നമ്മെ ഭരിച്ചാൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മിടുക്കനായ പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നിനക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലവും ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അഥവാ ദൈവം ചെയ്യിക്കുന്നെങ്കിൽ അത് തമ്പുരാന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ഒന്നും മാത്രം. ആ ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങളെ, എനിക്ക് വന്ന് ഒരല്പസമയം സംസാരിക്കണമെന്നുണ്ട്, സമയം ലഭിക്കും? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ പലരും പ്രാർത്ഥനയ്ക്കായി വന്ന് കൊണ്ടിരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് എനിക്ക് ഊണ് കഴിക്കാനായിട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ബ്രദർ ഒരു കാര്യം ചെയ്യും, ഒന്ന് വന്ന് നോക്ക്, നമുക്ക് അല്പസമയം വേർതിരിക്കാമെന്ന്. ഞാൻ അവിടെ ചെന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അങ്ങളെ, എനിക്ക് ഇതിനൊരു യോഗ്യതയില്ല. എനിക്കിത് കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി ക്രമീകരിക്കണം. എങ്കിലും എന്തൊക്കെ വിഷയത്തിൽ ആണ് നമ്മൾ ക്രമീകരണം പ്രാപിക്കുന്നത് എന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ മതി, അതനുസരിച്ച് ഞാൻ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണേ, അവൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. തികഞ്ഞവരാണെന്ന് നമുക്കൊരു ബോധ്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്. ആ പോരായ്മകളെ നികത്തുവാനാണ് കാൽവറി ക്രൂശിൽ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായത്. ദൈവസന്നിധിയിൽ ചെന്നിട്ട്, ദൈവമേ, അടിയിൽ തെറ്റുപറ്റിപ്പോയി, കുറവ് വന്നുപോയി, ബലഹീനത വന്നുപോയി, ദൈവം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു നല്ല പിതാവാ നമുക്കുള്ളത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നുപോയി എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് വിചാരിക്കരുത്. ആമേൻ. സ്തോത്രം. പുകയുന്ന തീയെ കെടുത്തി കളയാത്ത ദൈവം, ചതഞ്ഞ ഓളം ഒടിച്ചു കളയാത്ത ദൈവം, സ്തോത്രം. ആ ദൈവം നമ്മുടെ ദൈവം. ഒരു കുശവൻ
കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കി അത് ആ കുശവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലും ഭംഗിയിലും അത് പുറത്തു വന്നില്ലെങ്കിലും അതിനെ വീണ്ടും പൊളിച്ചു പണിഞ്ഞ് വേറൊന്നും ആക്കി മാറ്റി അതിന് മനോഹരമായ ഒരു രൂപം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന കാര്യം മറന്നു പോകാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരു ഹാമർ കൊണ്ട് എൻ്റെ തലയിൽ ഒരടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അത്ര ശക്തിയോട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ. അന്യഭാഷ എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് ഇടതടവില്ലാതെ ഇങ്ങനെ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം. ഞാനും PG വർഗീസങ്ങളും 1 മണിക്കൂറിൽ കൂടുതൽ ആ ഹാളിനകത്ത് ഞങ്ങൾ 2 പേർ മാത്രമേ നൃത്തം ചെയ്ത് ദൈവത്തെ തുള്ളിച്ചാടി ആരാധിച്ചു. അന്ന് പകൽക്കാലം എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കറപുരണ്ട വസ്ത്രമായി മാറുമ്പോൾ ദൈവത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നവനെ DL മൂടി പറയുന്നത് പോലെ എന്താക്കി മാറ്റുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഒരു പരിമിതികളുമില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 2024 വർഷം മുമ്പ് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് എന്നേക്കുമായി മൂടി വെച്ചിരിക്കുന്ന ഒരു ദൈവമല്ല. 3-ാം ദിനം ഉയർത്തപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു. ആ ദൈവത്തിന്റെ കൃപ യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽക്കാലവും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിന്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിച്ചറിയേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചു. അന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മനിറവിൽ ആരാധിച്ച് ബലപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, അയ്യോ, ഞാൻ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ആളാണ്. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്, സേവിയ സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സഭയുടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു. അച്ഛന് കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞു, നിനക്കും കിട്ടും. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്കിളിനെ ഒന്ന് വിളിക്ക്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോവാം. ഞാൻ പറഞ്ഞു, ഒന്ന് വിളിച്ചു നോക്കാതെ. വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. എന്നെ ഊണിന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആളും വന്നിട്ടുണ്ട്. എന്തായാലും സിസ്റ്റർക്ക് അത്രയും താല്പര്യമുള്ള അല്ലയോ, നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹം താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെല്ലാൻ പറ്റുന്ന ദൂരത്താണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോ കുറെ പേർ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഞങ്ങള് ചില സമയങ്ങൾ കഴിഞ്ഞപ്പം അദ്ദേഹം അകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ അകത്ത് പോയി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ഒരിക്കലും കർത്താവ് മറന്നു കളയത്തില്ല. ഒരിക്കലും നമ്മെ നിരാശയോടുകൂടി മടക്കിയേക്കും. അല്പസമയം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിടയായി. ചില മിനിറ്റുകൾക്കുള്ളിൽ ദൈവം എൻ്റെ വൈഫിനും
അഭിഷേകം കൊടുത്തു. ഞങ്ങൾ 3 പേരും വളരെ സമയം ഒന്നിച്ചിരുന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനായി ഇടയായി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ മടങ്ങി വന്നു. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം പറയുവാനായി പ്രത്യേകം താല്പര്യപ്പെടുന്നത്, ആർക്കെങ്കിലും അഭിഷേകം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട്, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല അഭിഷേകം പ്രാപിക്കാൻ. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഞാൻ സ്നാനപ്പെട്ടല്ല. നിങ്ങൾ ആരായാലും ശരി, യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവ പൈതലായി തീർന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഭിഷേകത്തിന് വേണ്ടി ഒരു വാഞ്ച ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ഇന്ന് പൽക്കാലം നമ്മുടെ പേര് കൊണ്ടോ ആമീൻ മറ്റ് ഏതെങ്കിലും വിധത്തിലോ ആമീൻ ഒരു പക്ഷേ നമുക്ക് തോന്നാ ഇതെനിക്ക് കിട്ടുമോ. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ഒരൊറ്റ വ്യക്തിയെയും പേരും നാളും ജാതിയും മതവും ഒന്നും ചോദിച്ചില്ല. യേശു കർത്താവിന്റെ അടുത്ത് വന്ന സകലരെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കി, മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടി, അവരുടെ പാവക്കറകൾ യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളയും. ഇന്ന് പലകാലം പ്രിയരെ, നമ്മുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. പിന്നെയോ ദൈവം നമ്മോട് ചൊരിയുന്ന കൃപയുടെ, അവന്റെ ദയയുടെ, അവന്റെ കൃപയുടെ ആമീൻ അളവിൽ നാം വന്നാൽ ദൈവം നിശ്ചയമായി നമ്മെ വിടുവിക്കും. ഞങ്ങൾ അങ്ങനെ വ്യാഴാഴ്ചത്തെ ഞങ്ങളുടെ മീറ്റിംഗ് അനുഗ്രഹമായി മുന്നോട്ട് പോകുന്ന സമയത്ത് രാത്രിയിൽ നേരത്തെ പറഞ്ഞ കൂട്ടായ്മയിൽ പോകും. അത് കഴിഞ്ഞ് രാത്രി മുഴുവൻ പ്രാർത്ഥന. വെള്ളിയാഴ്ച പകല് ഞങ്ങളുടെ വീട്ടിലെ മീറ്റിംഗ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുള്ളവർക്കും പ്രാപിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രം ഒരു 3 hours പ്രയർ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ കടന്നു പോകാനായി ഇടയായി. അവിടെ കടന്ന് ചെന്ന സമയത്ത് വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കുവാനായി മർത്തോമക്കാരും ശീശക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ ദൈവം എല്ലാവരുടെ മേലും പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ശശികുമാർ എന്ന് പറഞ്ഞ ആ ദൈവദാസനെ വീണ്ടും ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. അദ്ദേഹം നേരത്തെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം പബ്ലിക്കായിട്ട് ആ വിഷയം സംസാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ വ്യക്തിപരമായി ഊണ് കഴിക്കുമ്പോഴും അദ്ദേഹവുമായി കണ്ടുമുട്ടുമ്പോഴൊക്കെ സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇടയായി. അങ്ങനെ സ്നാനത്തിന്റെ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ശരിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. എന്നാൽ ഞാൻ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത്, കർത്താവെ നീ തന്നെ എനിക്കിത് വെളിപ്പെടുത്തി തരണം. ഇത് ശരിയാണെങ്കിൽ ഈ വിഷയം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ കഴിയുമെങ്കിൽ ആ ദിവസം തന്നെ ഞാൻ സ്നാനം ഏൽക്കും. അങ്ങനെ ഒരു തീരുമാനം ഞാൻ ദൈവസന്നിധിയിൽ എടുത്തു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 6 മണി വരെയുള്ള പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നവരും അഭിഷേകമുള്ളവരുമായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു വചനം എനിക്ക് തന്നു. അത് ഇപ്രകാരമായിരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങള് എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവ് ആ പുസ്തകം തുറന്നപ്പോൾ എന്നെ കാണിച്ച്
തരുവാനായി ഇടയായി. പ്രൈസ് ദി ലോർഡ്. അത് ഇങ്ങനെയായിരുന്നു. സ്തോത്രം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. ഈ വാക്ക് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അന്ന് ബൈബിളിനെ കുറിച്ച് അത്രമാത്രം വ്യക്തമായ തിട്ടമില്ല. ഞാൻ കർത്താവിനോട് അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, നീ തന്നെയാണിത് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിടയായി. എനിക്കൊരു കാര്യം എൻ്റെ ആത്മീയ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, നമുക്ക് ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റർമാരോട് ചോദിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ അറിവുള്ള മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാ, പഠിക്കുന്നത് നല്ലതാ. എന്നാൽ ഇതിലെല്ലാറ്റിലും ഉപരിയായി നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ചെന്നൊന്ന് മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആരുടെയും സഹായമില്ല, ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാനങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും ദൈവം എന്നോട് ഇടപെട്ടു. നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ 2 വാക്യങ്ങൾ എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ച പോലെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഒരു പ്രാവശ്യം കൂടി ദൈവമേ എനിക്ക് നീ ഈ സത്യം വെളിപ്പെടുത്തി തരണം. ഞാൻ വീണ്ടും പുസ്തകം എടുത്ത് തുറന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം എനിക്ക് ആമേൻ തുറന്നു കിട്ടുവാനായി ഇടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം നമുക്കറിയാം. ആമേൻ എത്യോപ്യ രാജ്ഞിയുടെ പണ്ണാരം സൂക്ഷിപ്പുകാരനായ ഷണ്ണൻ, ആമേൻ സ്തോത്രം, യെരുശലേമിലേക്ക് ഉത്സവത്തിനായി കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഷണ്ണൻ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആ സമയത്താണ് ആമേൻ ഫിലിപ്പോസിനെ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് അവിടേക്ക് കൊണ്ടുവരുന്നു. ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു. അപ്പോൾ പറയുന്നു, ഒരാൾ അതിന്റെ പൊരുള് തിരിച്ചു തരാതിരുന്നാൽ ഞാൻ എങ്ങനെ അത് ഗ്രഹിക്കും? അങ്ങനെ ആ വാക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് ഫിലിപ്പോസ് ഷണ്ണനുമായി സംസാരിച്ചു. അങ്ങനെ അവർ ഇരുവരും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം എന്ന് പറയുന്ന ഒരു ഭാഗം 8-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്നു, വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് ആകാം. അങ്ങനെ അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി സ്നാനം കഴിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയരെ, ഞാന് ഈ 3 വാക്യം എനിക്ക് ദൈവം തന്നപ്പോൾ അവിടെ ഭയങ്കര ശക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നിന്ന് എൻ്റെ കൂടെ വന്ന സഹോദരന്മാരോട് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ അടുക്കിലേക്ക് പോയി. എൻ്റെ വണ്ടിയിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏതോ ഒരു ശക്തി, ഒരു വ്യക്തി എന്നോട് പറയുന്നു, റുമേല ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാൻ. ഞാൻ 1976 ഖത്തറിലെത്തി. ഞാൻ ഈ പറയുന്ന സാഹചര്യം ഏതാണ്ട് 11 വർഷങ്ങൾക്ക് ശേഷമാണ്, 1987. ഞാൻ അതുവരെ 89-ലാണ് ഈ പറയുന്ന സാഹചര്യം. ഞാൻ അതുവരെ ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ വണ്ടിയിൽ കയറി, എന്നോട് ആരോ പറയുന്നു, ഗോ ലെഫ്റ്റ്, ഗോ റൈറ്റ്, ഗോ സ്ട്രൈറ്റ്.
അങ്ങനെ ഞാൻ ടാക്സി സ്റ്റാൻഡിൽ, റുമേല ടാക്സി സ്റ്റാൻഡിലെത്തി. അവിടെ ചെന്ന സമയത്ത് എനിക്കറിയില്ല എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. അപ്പൊ ആ ടാക്സി സ്റ്റാൻഡ് കഴിഞ്ഞ് അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു സൈഡ് നോക്കി വണ്ടി പാർക്ക് ചെയ്യണം. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മലയാളം പാട്ടിന്റെ ഈരടികൾ എൻ്റെ ചെവിയിൽ പതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് തോന്നലാണോ? ഞാൻ അല്പം കൂടെ ഒന്ന് ചെവി കൂർപ്പിച്ച് ആ ബിൽഡിങ്ങോട് അടുത്ത് നടന്നപ്പോൾ ആ പാട്ട് അകത്തു നിന്ന് വരുന്നതാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്നാമത്തെ ഒരു ഡോറുണ്ട്, അത് അടച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഡോറുണ്ട്, അതും ക്ലോസ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ഡോർ ഒരു ഗ്ലാസ് ഡോറാണ്. ആ ഗ്ലാസ് ഡോറിന്റെ പുറത്ത് ഞാൻ നിൽക്കുക. അകത്തു നിന്ന് രണ്ട് സഹോദരന്മാര് വെളിയിലേക്ക് നോക്കിയിട്ട് വെളിയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോ അവര് ചോദിച്ചു, ഇവിടെ സ്നാനപ്പെടുത്തുന്നു നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇവിടെ സഭയല്ലേ, ഇത് പെന്തക്കോസ്ത് സഭയല്ലേ. പെന്തക്കോസ്ത് സഭയാ, ഇവിടെ ഞങ്ങൾ അറിയാൻ വയ്യാത്തവരെ അങ്ങനെ വരുന്നവരെ ഒന്നും സ്നാനപ്പെടുത്തില്ല. അപ്പൊ അവിടെ അങ്ങനെ സ്നാനവുമായിട്ടൊക്കെ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ ആ കൂടെ നിന്ന ഒരു സഹോദരൻ മറ്റേ സഹോദരനെ വിളിച്ച് ചെവി പറഞ്ഞു, ഇത് മലയാളി CID ആണ്, വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വർത്തമാനം കേട്ടുകൊണ്ട് അകത്തിരുന്ന ഒരച്ചായന് വെളിയിലേക്ക് വന്നു. അച്ചായൻ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത് കോന്നിയിലുള്ള തങ്കമ്മ സാറിന്റെ മോനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങളുടെ അയലോക്കാണ് പുള്ളി, എങ്കിലും അദ്ദേഹം ദീർഘവർഷങ്ങൾ ബോംബെയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വന്നിട്ട് അകത്തേക്ക് വന്നാട്ട്. ഞാൻ അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ശുശ്രൂഷയ്ക്ക് അനേക പ്രാവശ്യം വന്ന ശശികുമാർ എന്ന പാസ്റ്റർ സണ്ണി അബ്രഹാം അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇദ്ദേഹം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ 10-70 പേരുണ്ട്, സ്നാനപ്പെടുത്തുന്നതിന് ഒരു വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനത്തിന് വേണ്ടി അവിടെ സമർപ്പിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ നിങ്ങളായി ഒന്നും ക്രമീകരിക്കണ്ട. വഴി ദൈവമാണ് തുറക്കുന്നതെങ്കിൽ അതിനോട് കൂടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്യും. അന്ന് അവിടെ സ്നാനം നടക്കുന്ന വിഷയം എനിക്കറിയത്തില്ല. പക്ഷെ 4 പേര് അവിടെ സ്നാനപ്പെടാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുന്നത്. ഞാനവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോ സ്നാനപ്പെട്ട് കഴിഞ്ഞ് മാറി ഉടുക്കാൻ ഒരു ഡ്രസ്സ് കൊണ്ടുപോകണമെന്നുള്ള കാര്യമൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ സ്നാനത്തിന് വേണ്ടി പോയാലല്ല, ഉച്ചയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോയാൽ. പെട്ടെന്ന് അച്ചാന്, ഈ ഞങ്ങളുടെ അയൽക്കാരനായ അച്ചാന്, അദ്ദേഹത്തിന്റെ കബോർഡ് തുറന്നൊരു മുണ്ടും ഉടുപ്പും എടുത്തോണ്ട് വന്നു. സഹോദരന്മാര് ആ 2 കടയിൽ പോയി അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ വാങ്ങി. ഞങ്ങൾ പെട്ടെന്ന് സ്നാനത്തിന് വേണ്ടി കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ കരുതി, ഏതായാലും വൈഫിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ടെലിഫോൺ എടുക്കുമ്പോൾ ടെലിഫോണ് അവിടെ എൻഗേജ്. കുഞ്ഞുങ്ങള് 2 വയസ്സും 2.5 വയസ്സും ഒരു അര വയസ്സും ഒക്കെ ഉള്ള സമയത്താണ്. പെട്ടെന്ന് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരുപക്ഷെ അതും ദൈവഹിതമായിരിക്കാം, നമ്മൾ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടാലേ ഇനിയിപ്പം ഒന്നിച്ചായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ലായിരിക്കും. ഏതായാലും പോയി സ്നാനം ഒക്കെ കഴിഞ്ഞു. വൈകിട്ട് ഒരു 7:30 ആയപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിൽ എത്തുവാനിടയായി. വീട്ടിൽ വന്ന് ബെല്ലടിച്ച് വൈഫ് വന്ന് കഥ തുറന്നപ്പോ എന്നോട് ചോദിച്ചു, എന്തോ പറ്റി, ഒത്തിരി ലേറ്റ് ആയല്ലോ? ഞാൻ പറഞ്ഞു, എടോ, ഞാൻ സ്നാനപ്പെട്ടെന്ന്. പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, കാരണം ഇന്നുവരെ നമ്മൾ തമ്മിൽ ആലോചിക്കാവൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തിരുന്നു. ദൈവം എനിക്ക് എന്ന് ഇത് വെളിപ്പെടുത്തി തരുന്നു, അന്ന് ഞാൻ കഴിയുമെങ്കിൽ അതേ ദിവസം തന്നെ സ്നാനപ്പെടുമെന്നൊരു തീരുമാനമെടുത്തിരുന്നു എന്ന് പറയുവാനിടയായി. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എന്നാലും അത് മോശമായി പോയി,
എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ ഒരു വലിയ നെക്ലേസ് കിടപ്പുണ്ടായിരുന്നു. അതേ കയറി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്റെ അപ്പൻ പണിയിച്ചു തന്ന, ഇത് ഊരി മാറ്റി കളഞ്ഞിട്ടുള്ള ഒരാത്മീയവും എനിക്കില്ല. എന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ മാർത്തോമ ഇന്റർ ഡെനോമിനേഷൻ കൂട്ടായ്മയിലുള്ള ഒരു 3-4 കൃപാവരങ്ങളുള്ള സഹോദരിമാരുടെ പേരുകളൊക്കെ പറഞ്ഞു, ഈ സഹോദരിയെ കണ്ടില്ലേ, ഈ സഹോദരിയെ കണ്ടില്ലേ, അവർ ഓർണമെന്റ്സ് ഇടുന്നുണ്ട്, എന്താ കുഴപ്പം? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഓർണമെന്റ്സിനും എതിരല്ല, നിനക്കും എതിരല്ല, ഒന്നിനും എതിരല്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടനുസരിച്ച് അവരവർക്ക് കിട്ടുന്ന വെളിപ്പാടനുസരിച്ച് മാത്രം ചെയ്താൽ മതി. ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഊരിയാൽ ആ ഊരൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് മാത്രമല്ല ദൈവം നോക്കുന്നത്. അപ്പോ നിന്നെ ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ നിർബന്ധിക്കത്തില്ല എന്ന് കരുതി നമ്മുടെ കുടുംബജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിനക്ക് ദൈവം എപ്പം ഇടപെടുന്നോ ആ സമയത്ത് മാത്രം നീ അത് ഊരിയാൽ മതി എന്ന് പറയുവാനിടയായി. ഞങ്ങള് എന്നത്തെ പോലെ തന്നെ അന്നും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, രാത്രി കിടന്നുറങ്ങി. രാവിലെ 5:30 ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എണീക്കുമ്പോൾ പുള്ളിക്കാരി ഒരു ടവലിനകത്ത് ഉള്ള സ്വർണങ്ങൾ മുഴുവൻ ഊരി കെട്ടി എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് നിനക്ക് തോന്നിയ പെട്ടെന്നുള്ള ഒരു വികാരമാണിത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിധത്തിൽ പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം നീ ഒരു തീരുമാനമെടുത്താൽ മതി. പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കണ്ട എന്ന് പറയുവാനിടയായി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം നിവൃത്തിയില്ല. പുള്ളിക്കാരിക്ക് ഊണില്ല, ഉറക്കമില്ല, രക്ഷിക്കപ്പെട്ടു, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകൂ എന്ന് ഒരേ നിർബന്ധം. അങ്ങനെ ഞാൻ ആ ദൈവദാസനെ വിളിച്ചു, സ്നാനപ്പെടുവാനായി ഇടയായി. അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ആദ്യം ഒരു 3 പേര്, പിന്നെ 8 പേര്, പിന്നെ ആ ആഴ്ച ഒരു 10-18 പേര് അങ്ങ് സ്നാനപ്പെടുവാനായി ഇടയായി. ആ സമയത്ത് ഒരു വലിയ ആത്മീയ വിപ്ലവം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുകയും ആ സമയത്ത് സഭായോഗത്തിന് വേണ്ടി ആ സഭയിൽ കടന്നു പോകേണ്ടത് കൊണ്ട് അവ പല ആളുകൾക്കും പല ചിന്താക്കുഴപ്പം ഉണ്ടായി. ഇത് പെന്തിക്കോസ് കൂട്ടായ്മയായിട്ട് മാറുകയാണോ, എന്താണ് ഇവരുടെ ചിന്ത എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയും അപ്പോൾ തന്നെ വേറെ 1-2 കൂട്ടായ്മകളുടെ പുറത്ത് ആരംഭിക്കുവാനായി ഇടയായി. കുറെ കത്തോലിക്കര്, യാക്കോബക്കാരും മാർത്തോമാക്കാരും ഒക്കെ കടന്നു വരികയും രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ആമൻ മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് 2000-ൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് അടക്കം 5 പേർക്ക് ഞങ്ങൾക്ക് ടെർമിനേഷൻ ലഭിക്കാനായി ഇടയായി. ആ ടെർമിനേഷൻ ലഭിക്കാനായി ഇടയായി. നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകാൻ കുഞ്ഞുങ്ങളുടെ TC വാങ്ങിച്ചു, വണ്ടി വിറ്റു, വീട്ടു സാധനങ്ങളെല്ലാം വിറ്റു. അതിനുശേഷം അവർക്ക് ബാംഗ്ലൂരിൽ താമസിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ അഡ്മിഷനൊക്കെ എടുത്തു. ഒരു 40 കേസ് കെട്ടിവെച്ച് പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതി അത് കൊറിയർ കാർഗോയിലേക്ക് വിടാൻ വേണ്ടി ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു. എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ ദോഹ വിട്ട് പോകണം. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാത്രി ഒരു ദൈവദാസൻ എന്നെ അറിയത്തില്ല, എൻ്റെ ഭവനത്തിൽ വന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചതിന് ശേഷം ലാലു പാസ്റ്റർ വിടാന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോളാൻ പറഞ്ഞു. വന്നു. ഞങ്ങൾ അല്പം ആഹാരം കഴിച്ചു. അതിന് ശേഷം നിന്നുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന പുള്ളി പ്രാർത്ഥിച്ചു. ഈ പട്ടണത്തിൽ നിന്നെ ഞാൻ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിക്കും. ഒരസാധാരണമായ ദൈവപ്രവൃത്തി ഞാൻ നിന്നിൽ കൂടി വെളിപ്പെടുത്തും. നീ ഈ രാജ്യം വിട്ടിപ്പോൾ പോകത്തില്ല. നീ ഉപയോഗിക്കുന്ന ഈ വാഹനം മാറ്റി വേറെ വാഹനം വാങ്ങിക്കും. ഈ താമസ സ്ഥലം വിട്ട് വേറെ താമസ സ്ഥലത്തേക്ക് നീ മാറും. ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. എൻ്റെ ഫയലിൻ്റെ മുകളിൽ അണ്ടർ സെക്രട്ടറി എഴുതി വെച്ചിരിക്കുന്നതാണ് റിലീസ് നോട്ട് ടു ബി ഇഷ്യൂഡ് അറ്റ് എനി സർക്കംസ്റ്റൻസ് എന്നെഴുതി സ്റ്റാമ്പ് ചെയ്തിരിക്കുക. എൻ്റെ കൂടെയുള്ള 5 പേരുണ്ട്.
അതിൽ 3 പേര് മുസ്ലിംസ് ആണ്, ഒരു ഹൈന്ദവ സഹോദരൻ. ആ 4 പേരും ഭയങ്കര ഹൈലി ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ്. ഞങ്ങൾ 5 പേരും നല്ല അതുപോലുള്ളൊരു പൊസിഷനിലായിരുന്നു. അങ്ങനെ 4 പേരും ഓൾറെഡി ആ രാജ്യത്ത് നിന്ന് പോയി. അവർക്ക് ഇനിയും അവരെ മാക്സിമം ചെയ്യാവുന്ന തലങ്ങളിലെല്ലാം ഉന്നതമായ ആളുകളെ ഒക്കെ പിടിച്ചു നോക്കിയിട്ടും പറ്റിയില്ല. അങ്ങനെ അവര് 4 പേര് പോയിരിക്കുന്ന സ്ഥാനത്താണ് 5ാമത് ഞാൻ ഒരൊറ്റ ക്രിസ്ത്യാനി. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത്, നിന്നെ ഇവിടെ നിർത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി ചിന്തിച്ചാൽ 1% പോലും അത് നടക്കത്തില്ല. ഈ ദൂത് കേട്ടിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അബ്രഹാം അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ സാറ ഊറിച്ചിരിച്ച പോലെ ഞാൻ ഊറിച്ചിരിച്ചിട്ട് പറഞ്ഞു, പെന്തക്കോസ് പാസ്റ്റർമാർക്കും ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്താൽ അസാധ്യമായത് ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിഞ്ഞു. അടുത്ത ദിനങ്ങളിൽ ഞങ്ങൾ കണ്ടത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളാണ്. അന്ന് മാത്രമല്ല, അത് മുതൽ ഇതുവരെയും ഈ 2024 ജൂലൈ മാസം ഇന്ന് 10-ാം തീയതി ഇന്ന് വരെയും ഞാൻ അത്ഭുതങ്ങളും അതിശയങ്ങളും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം ഇവിടെ കഴിഞ്ഞു എന്നെനിക്ക് ബോധ്യമുണ്ട്. ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ടെസ്റ്റിമണി ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ദൈവം നമുക്ക് അവസരം തരികയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോടും എന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന സന്ധ്യയോടും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നവരെ മാറോട് ചേർക്കുന്ന ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഇന്ന് ഈ പകൽക്കാലം കർത്താവെ ശ്രോതാക്കളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹോദരി സഹോദരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ വിഷയങ്ങളിൽ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ, ഞങ്ങൾക്കൊക്കെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്, സമാധാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ ആദർശകര ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, സാമ്പത്തികമായി ഏതെല്ലാം തലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ കർത്താവെ, ആ ബുദ്ധിമുട്ടുകളൊക്കെ സകലതും അങ്ങയുടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി മാറ്റിത്തരുവാൻ ദൈവം വിശ്വസ്തരാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്ക അധികാരം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ ആ അധികാരം ഉപയോഗിച്ച് ഇന്ന് ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് പകൽക്കാലം തൊട്ട് സൗഖ്യമാക്കണം. ഈ ചാനലിന്റെ നേതൃത്വം വഹിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരിയെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇതിൽ ശ്രോതാക്കളായി ആമീൻ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വാക്കുകൾ കൊണ്ട് അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട്, അങ്ങയുടെ വാക്കിന് ശക്തി ഉണ്ടല്ലോ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എന്റെ അടിപ്പിടറുകളാൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകത്തിരുന്ന സമാധാനമല്ലെന്ന് അരുളി ചെയ്ത യേശുവിന്റെ ദിവ്യ സമാധാനം ഇന്ന് പകൽക്കാലം ഭവനങ്ങളുടെ മേൽ ദൈവം പകരണമേ. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം സഹായിക്കും. ഈ ചാനൽ ഈ ആമീൻ കർത്താവെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനൊരു വിശാലത കൈവരിക്കട്ടെ. കർത്താവെ, ഇതിൽ കൂടി അനേകർ യേശുവിനെ കണ്ടുമുട്ടട്ടെ, അനേകർ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ,
അങ്ങയുടെ മക്കളെ ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുവേദിക്ക് തരുന്നു. അറിഞ്ഞോ അറിയാതെയോ അങ്ങേക്കുള്ള മഹത്വം ഞങ്ങൾ ആരും എടുക്കുവാൻ ദൈവം ഇടയാക്കരുതേ. അപ്പച്ചനെ മാത്രം ഉയർത്തുവാനുള്ള കൃപ തരണം. ഈ പകൽക്കാലം ദൈവകരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. അങ്ങേക്ക് യേശു തന്നെ.